സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് ടൈം ടു എന്ന യൂസേജ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇറ്റ്സ് ടൈം ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമയമായി, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമായി എന്ന് പറയാറില്ലേ, അതിനാണ് ഇറ്റ്സ് ടൈം ടു ഉപയോഗിക്കുന്നത്. വിശദമായി തന്നെ പഠിക്കാം. വീട്ടിലേക്ക് പോകാനുള്ള സമയമായി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് ടൈം ടു ഗോ ഹോം. വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ഗോ ഹോം. ഇറ്റ്സ് ടൈം ടു ഗോ ഹോം എന്നതിന് പകരം ഗോ ഹോം ഇറ്റ്സ് ടൈം ടു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഓരോ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ടൈം ടു എന്നതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് എന്ത് ഉപയോഗിക്കുക? ഇറ്റ്സ് ടൈം ടു. വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. എന്താണ് വേർബ്? എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഓടുക, ചാടുക, ഇപ്പോൾ വീട്ടിലേക്ക് പോവുക, അതൊക്കെ ഒരു പ്രവൃത്തിയാണ്. എഴുതുക, പഠിക്കുക. വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. ഫസ്റ്റ് എന്ത് ഉപയോഗിക്കണം? ഇറ്റ്സ് ടൈം ടു. ഇനി പോവുക, ഗോ, നമുക്കറിയാവുന്നതാണ്. വീട്ടിലേക്ക് പോവുക, ഗോ ഹോം. ഇറ്റ്സ് ടൈം ടു ഗോ ഹോം. വളരെ സിമ്പിളാണ്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട സമയമായി. ഒന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ് എന്ത് ഉപയോഗിക്കുക? ഇറ്റ്സ് ടൈം ടു. തയ്യാറെടുക്കുക, പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? എക്സാം. അപ്പം അങ്ങനെ ചേർത്ത് പറയാം. ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ എക്സാം. ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ മലയാളത്തിൽ പറയാറുള്ളതാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒന്നും ആലോചിക്കണ്ട. ഫസ്റ്റ് എന്ത് ഉപയോഗിക്കണം? ഇറ്റ്സ് ടൈം ടു. പിന്നെ പ്രവൃത്തി, ചിന്തിക്കുക, തിങ്ക്. എന്തിനെക്കുറിച്ച്? ഒരു മാറ്റത്തിനെക്കുറിച്ച്. എബൌട്ട് എ ചേഞ്ച്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്നുള്ളിടത്താണ് നമ്മൾ എബൌട്ട് ഉപയോഗിക്കുക. ഇറ്റ്സ് ടൈം ടു തിങ്ക് എബൌട്ട് എ ചേഞ്ച്. ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. എല്ലാവരെയും ക്ഷണിക്കാനുള്ള സമയമായി. അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ് എന്ത് ഉപയോഗിക്കണം? ഇറ്റ്സ് ടൈം ടു. ക്ഷണിക്കുക, ഇൻവൈറ്റ്. എല്ലാവരെയും, എവരി വൺ അല്ലെങ്കിൽ എവരിബഡി എന്ന് പറയാം. അപ്പം എങ്ങനെ ചേർത്ത് പറയാം? ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് എവരി വൺ. എല്ലാവരെയും ക്ഷണിക്കാനുള്ള സമയമായി. ഞെട്ടിക്കുന്ന ആ സത്യം വെളിപ്പെടുത്താനുള്ള സമയമായി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഫസ്റ്റ് ഇറ്റ്സ് ടൈം ടു ഉപയോഗിക്കുക. ഇറ്റ്സ് ടൈം ടു വെളിപ്പെടുത്തുക, റിവീൽ. ഞെട്ടിക്കുന്ന സത്യം, ദ ഷോക്കിംഗ് ട്രൂത്ത്. ഇറ്റ്സ് ടൈം ടു റിവീൽ ദ ഷോക്കിംഗ് ട്രൂത്ത്. ഇറ്റ്സ് ടൈം ടു എന്ന യൂസേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഞാൻ മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസുകൾ തരാം. അത് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ സ്വന്തമായി ഒന്ന് മാറ്റി നോക്കാം. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഉറങ്ങാനുള്ള സമയമായി. വിശ്രമിക്കാനുള്ള സമയമായി. ജോലിക്ക് അപേക്ഷിക്കാനുള്ള സമയമായി. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.